ഹായ്, ഏറെ രസകരമായ ഒരു പേർഷ്യൻ ചലച്ചിത്രം ദ സർക്കിൾ ജാഫർ പനാഹി സംവിധാനം ചെയ്ത് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലയൺ അടക്കം നേടിയ ചലച്ചിത്രം. പക്ഷേ ഈ ചലച്ചിത്രം ഇറാനിൽ ബാൻ ചെയ്യപ്പെട്ടിരുന്നു. ഒരു ഇറാനിയൻ ചലച്ചിത്രമായിട്ടുകൂടി. അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാകും. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു പ്രസവമുറിയിൽ നിന്നുമാണ്. അവിടുത്തെ ഡോർ വിൻഡോ ഓപ്പൺ ആകുന്നു. ഒരു നഴ്സ് വന്ന് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന അകത്ത് പ്രസവിച്ചുകൊണ്ടിരുന്ന സോൽമാസ് ഗുലാമി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ അമ്മയോട് പറയുന്നു, നിങ്ങളുടെ മകൾ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. അത് കേട്ടതും ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ ഒന്നുകൂടി ആ വാതിലിൽ മുട്ടി. ഇത്തവണ വന്ന് തുറന്നത് മറ്റൊരു നഴ്സായിരുന്നു. വീണ്ടും അവർ ചോദിച്ചു, ഏത് കുട്ടിയെന്നാ പറഞ്ഞത്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി മറുപടി ലഭിച്ചു. ഉടൻ അവർ ചോദിച്ചു, സ്കാനിങ്ങിൽ ആൺകുട്ടിയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് ചിലപ്പോ സ്കാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ കണ്ട് പറഞ്ഞാലും മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അത് കേട്ടതും ആ ലേഡി ആകെ വല്ലാതായി. അവർക്ക് വല്ലാത്തൊരു സങ്കടം അനുഭവപ്പെടാൻ തുടങ്ങി. തന്റെ മകളുടെ ഭർത്താവ് ആൺകുഞ്ഞ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന വ്യക്തിയാണ്. വീണ്ടും അവളിപ്പോൾ ഒരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുത്തത് എന്നറിഞ്ഞാൽ അയാൾ വലിയ പ്രശ്നമുണ്ടാക്കും. അയാളുടെ പാരന്റ്സും അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് തന്റെ മകളെ ചിലപ്പോൾ ഡിവോഴ്സ് വരെ ചെയ്യിപ്പിച്ചേക്കാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെറുക്കന്റെ വീട്ടുകാരെത്തി. അവരോട് എന്ത് പറയണം എന്ന സ്ത്രീ ഭയന്നിരുന്നു. തൊട്ടുപുറകെ അവർ പോയി അവരുടെ ഇളയ മകളുടെ അടുക്കൽ, നീ ഇക്കാര്യങ്ങൾ അമ്മാവന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞയച്ചു. ആ പെൺകുട്ടി നേരെ പുറത്തേക്ക് പോവാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അവളൊരു ബൂത്ത് താണ്ടി പോകുന്നുണ്ടായിരുന്നു. ആ ബൂത്തിനടുക്കൽ അപ്പോഴേ 3 സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു. അവർ മൂവരും ജയിലിൽ നിന്ന് ചാടിപ്പോന്നവരാണ്. അവർ എങ്ങോട്ടേക്കോ പുറപ്പെട്ടു പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആരെയൊക്കെയോ ഫോൺ ചെയ്തെങ്കിലും അവർക്ക് മറുപടികൾ ലഭിച്ചില്ല. കയ്യിൽ പണവുമില്ല. പണത്തിനായി എന്തെങ്കിലും ചെയ്യണം. കൂട്ടത്തിൽ മെയ്ത എന്ന പേരുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ കൂടെയുള്ള നെർഗീസിന്റെ ഗോൾഡ് ചെയിൻ തരാൻ ആവശ്യപ്പെട്ടു. അത് പണയം വെച്ചോ വിറ്റോ പണം കരസ്ഥമാക്കാം എന്നായിരുന്നു അവർ ചിന്തിച്ചത്. നെർഗീസിന്റെ ഗ്രാമം കുറച്ചകലെയാണുള്ളത്. അവിടം സ്വർഗമാണെന്നാണ് നെർഗീസിന്റെ പക്ഷം. കിട്ടുന്ന പണം കൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോവാനായിരുന്നു അവരുടെ പദ്ധതി. പിന്നാലെ അവൾ സ്വർണം പണയം വെക്കാൻ പോയി. പക്ഷെ അവിടെ വെച്ച് അവൾ പോലീസിന്റെ പിടിയിലകപ്പെട്ടു. അത് കണ്ടതും നെർഗീസും കൂടെയുണ്ടായിരുന്ന അരിസുവും ഭയപ്പെട്ട് വേഗത്തിൽ അവിടെ നിന്നും മാറി മറഞ്ഞു നിന്നു. ഒരു തരത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുമ്പോ നെർഗീസ് അരിസുവിനോട് ചോദിച്ചു, ഇനി നമ്മൾ എന്തു ചെയ്യും? നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റിന് പൈസ വേണ്ടേ? അരിസു പറഞ്ഞു, എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടും. അവർ അടുത്തുള്ളൊരു കടയിൽ പോയി. വീണ്ടും ആരെയോ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അരിസു ഒരു സിഗരറ്റ് വാങ്ങി അത് കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉടൻ കടയുടമ ഇടപെട്ടു. ഇവിടെ നിന്നിങ്ങനെ സിഗരറ്റ് കത്തിച്ചു വലിക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും കണ്ട അത് വലിയ പ്രശ്നമാവും. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ എവിടെ പോയി ഇത് വലിക്കും എന്നായിരുന്നു അരിസുവിന്റെ ചോദ്യം. അരിസുവും നെർഗീസും പിന്നാലെ അവിടെ നിന്ന് അവിടുത്തെ മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ച് അരിസു അവിടെയുള്ള ഒരാളെപ്പറ്റി, ഒരു കച്ചവടക്കാരനെ പറ്റിയൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടായിരുന്നില്ല. അബ്ദുള്ള എന്ന വ്യക്തിയെയും അയാളുടെ കടയുമായിരുന്നു അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീടുള്ള സംസാരത്തിലാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. അന്നവർ ജയിലിൽ നിന്ന് ചാടിപ്പോന്നപ്പോ അവർക്കൊപ്പം പരി എന്ന പേരുള്ള മറ്റൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. പരിയുടെ വീട്ടഡ്രസ് കിട്ടുവാൻ വേണ്ടിയാണ് അവിടെ ആ മാർക്കറ്റിൽ പരിയുടെ അച്ഛൻ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന വിവരമറിയാവുന്ന അവർ അയാളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് അധിക നേരം അങ്ങനെ തുടരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടൊക്കെ പോലീസ് സെർച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് മറന്നു നിൽക്കേണ്ടി വന്നു. പിന്നാലെയാണ് നെർഗീസിന്റെ കണ്ണിൽ അവിടെ വരച്ചു വെച്ചിരുന്ന മനോഹരമായ ഒരു പെയിന്റിംഗ് കണ്ടത്. നെർഗീസ് അരിസുവിനോട് പറഞ്ഞു, ദാ ഇത് നോക്ക്, ഇതുപോലെയാ എന്റെ ഗ്രാമം. എന്തു ഭംഗിയാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും നമുക്കവിടെ എത്താൻ പറ്റിയ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും. സ്വാതന്ത്ര്യത്തോടെ നമുക്കവിടെ ജീവിക്കാം. അധികം വൈകാതെ അവർക്കൊരു വിവരം ലഭിച്ചു. അടുത്തൊരു മാഗസിൻ ഷോപ്പ് ഉണ്ട്. അത് നടത്തുന്നത് ഒരു അബ്ദുള്ള എന്ന വ്യക്തിയാണ്. അവർ ആ കടയിലെത്തി. കടയിലുണ്ടായിരുന്നത് ഒരു പയ്യനായിരുന്നു. അബ്ദുള്ളയെ പറ്റിയും പരിയെപ്പറ്റിയും അവർ ചോദിച്ചെങ്കിലും ആ പയ്യൻ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അവർ പണത്തിനായി അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നടന്നു. ഒരു ഫാക്ടറിക്ക് മുമ്പിലെത്തി. അരിസുവിനറിയാവുന്ന ആരും അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നവൾ പറഞ്ഞിരുന്നു. പണം വാങ്ങുവാൻ നെർഗീസിനെ താഴെ നിർത്തി അരിസു മുകളിലേക്ക് കയറിപ്പോയി. കുറച്ചു നേരമായി നെർഗീസ് താഴെ കാത്തു നിൽക്കുന്നു. അവൾക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ചുറ്റിലും പോലീസ് സെർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ചു കഴിഞ്ഞതും അരിസു ഇറങ്ങി വന്നു. കയ്യിൽ പണവും ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയതെന്നോ ഒന്നും അവൾ പറഞ്ഞില്ല. പണം നെർഗീസിന് കൊടുത്തു. ആകെ ഇത്രയേ ഉള്ളൂ, നീ നാട്ടിലേക്ക് പൊക്കോളൂ. അരിസു നെർഗീസിനോട് പറഞ്ഞു, നിങ്ങളപ്പോ വരുന്നില്ലേ? അവൾ ചോദിച്ചു. നെർഗീസ് മറുപടി പറഞ്ഞു, ഞാനില്ല. ഇവിടെ ഇപ്പോ എല്ലായിടവും ഒരുപോലെ തന്നെയാ. എവിടെയും എനിക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ തനിച്ചാണെങ്കിലും എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യും. നെർഗീസ് ഒരുപാട് ദുഃഖിതയായി. ഒരുപാട് കൊല്ലം അവരൊന്നിച്ച് ജയിലിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവളെ വിട്ട് പോകേണ്ടി വരുന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ നെർഗീസ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്റെ യാത്ര തുടങ്ങി.
അവൾ ബസ് സ്റ്റേഷനിലെത്തി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിലുണ്ടായിരുന്ന വ്യക്തി 18 വയസ്സ് മാത്രം പ്രായമായ നർഗീസിന് ടിക്കറ്റ് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ പുറത്തു വരുമ്പോ ഒന്നുകിൽ കൂടെ ഭർത്താവ് വേണം, മാത്രമല്ല അവളുടെ പക്കൽ ID കാർഡൊന്നുമില്ല, ടിക്കറ്റ് കിട്ടില്ല എന്ന അവസ്ഥയിൽ കുറെ നേരം തുടർന്നു. ഒടുവിൽ നർഗീസ് ഒരുപാട് അപേക്ഷിച്ചപ്പോ ആ വ്യക്തി ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറായി. പിന്നാലെ ടിക്കറ്റുമായി അവൾ ബസ്സിനടുത്തെത്തി. അവിടെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവറുടെ അടുക്കൽ ബസ് എപ്പോഴാ പുറപ്പെടുന്നതെന്ന് ചോദിച്ചു. കുറച്ച് സമയമെടുക്കുമെന്ന് അറിഞ്ഞതും താൻ ഇപ്പോൾ വരാം, ഒരു വസ്തു വാങ്ങാനുണ്ട്, തനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് അവൾ ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ വരണമെന്നും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനൊന്നും പറ്റില്ല, 10 മിനിറ്റായും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പോകും എന്നായിരുന്നു ഡ്രൈവർ പറഞ്ഞത്. നർഗീസ് വേഗം അവിടെ നിന്ന് അടുത്തുള്ള ഒരു തുണിക്കടയിലേക്ക് ചെന്നു. അവിടെ നിന്നും തന്റെ പ്രിയപ്പെട്ട ആർക്കോ ഒരു വസ്ത്രം വാങ്ങി. പിന്നാലെ നർഗീസ് ആ ബസ്സിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും ദൂരെ നിന്നും അവൾ ആ കാഴ്ച കണ്ടു. പോലീസ് എത്തി ബസ്സും ആ പരിസരവും ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. നർഗീസ് വല്ലാതെ ഭയന്നു. അവൾക്കിനി അങ്ങോട്ടേക്ക് പോവാൻ സാധിക്കില്ല. എങ്ങോട്ടേക്ക് പോകണം അവൾക്കൊരു പിടുത്തവും കിട്ടുന്നുമില്ല. ഒടുവിൽ അരിസുവിനെ കണ്ടെത്തി അവൾക്കരികിലേക്ക് പോകാൻ നർഗീസ് തീരുമാനിച്ചു. അരിസു പോയ ആ ഫാക്ടറിയിലേക്ക് നർഗീസ് ചെന്ന് കയറി. പക്ഷെ അവിടെ ഒരൊറ്റ ലേഡിയെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആണുങ്ങളാണ്. അവരും അരിസു എന്നു പേരുള്ള ആരെയും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നർഗീസ് വല്ലാത്തൊരവസ്ഥയിലായി. അവൾക്ക് മുമ്പിൽ ഇനി ആകെയുള്ള വഴി പരിയെ കണ്ടെത്തൽ മാത്രമാണ്. അവൾ വീണ്ടും ആ പുസ്തകക്കടയിലെത്തി. ആ പയ്യനെടുക്കൽ പരിയുടെ അഡ്രസ് ചോദിച്ചു. ആ പയ്യൻ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾ കുറെ അപേക്ഷിച്ചപ്പോ ആ കട പരിയുടെ വാപ്പയുടേതാണ് എന്ന പയ്യൻ സമ്മതിച്ചു. പിന്നാലെ അവരുടെ അഡ്രസ്സും കൊടുത്തു. താനാണത് പറഞ്ഞു തന്നത്, എന്നാരോടും പറയരുതെന്നും ആര് വന്നാലും മടക്കി അയക്കണമെന്ന നിർദ്ദേശമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന പയ്യൻ പറയുന്നുണ്ടായിരുന്നു. നർഗീസ് ഒരു തരത്തിൽ അന്വേഷിച്ച് പരിയുടെ വീട്ടിലേക്കെത്തി. വാതിലിൽ മുട്ടി. പക്ഷേ വാതിൽ തുറന്നത് പരിയുടെ വാപ്പയായിരുന്നു. പരിയെപ്പറ്റി ചോദിച്ചതും ദേഷ്യത്തോടെ അലറിയ ആ മനുഷ്യൻ അങ്ങനൊരു മകൾ തനിക്കില്ല എന്ന് പറഞ്ഞ അവളുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു. നർഗീസ് ആകെ തകർന്നുപോയി. ഇനി എന്തു ചെയ്യുമെന്ന് അവൾക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല. നർഗീസ് അവിടെ നിന്ന് നിരാശയോടെ പോരുമ്പോ ആ വീട്ടിലേക്ക് 2 ആണുങ്ങൾ വരുന്നുണ്ടായിരുന്നു. പരിയുടെ സഹോദരന്മാർ. അവർ അവൾ എവിടെയെന്ന് ചോദിച്ച് വലിയ ഒച്ചയോടെ വീടിനകത്തേക്ക് കയറുന്നു. അധികം വൈകാതെ ആ വീടിനകത്തു നിന്നും ഒരു ലേഡി പുറത്തിറങ്ങി. അത് പരിയാണെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. വന്നെത്തിയ അവളുടെ സഹോദരന്മാർ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. പരിയുടെ ഇളയ സഹോദരി പരിയുടെ ബാഗൊക്കെയായി പുറത്തു വന്ന് അത് പരിക്ക് കൊണ്ടുകൊടുത്തു. പിന്നാലെ പരി ഒരു ക്യാബ് പിടിച്ച് തന്റെ സഹോദരിയോട് ഇനി കാണാൻ പറ്റുവാണെങ്കിൽ എന്നെങ്കിലും കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചു. പക്ഷെ അവൾക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അവൾ ഒരിടത്ത് കാറ് നിർത്തിച്ചു. ശേഷം പുറത്തിറങ്ങി. കുറച്ചു നടന്നപ്പോ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അവൾ ഛർദ്ദിച്ചു. പിന്നാലെ അവൾ വീണ്ടും മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങി. മുനീർ എന്ന പേരുള്ള ഒരു ലേഡിയെ കാണാൻ വന്നതായിരുന്നു അവൾ. ഇരുവരും മുമ്പ് ജയിലിൽ ഒന്നിച്ചുണ്ടായിരുന്നവരാണ്. ഒരു കൊല്ലം മുമ്പ് മുനീർ ജയിൽ മോചിതയായിരുന്നു. അവൾ അങ്ങനെ ഒടുവിൽ താൻ കാണാൻ വന്ന വ്യക്തിയെ കണ്ടു. മുനീർ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഏജന്റായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുവർക്കും വലിയ സന്തോഷമുണ്ടായിരുന്നു. പരി മുനീറയോട് സംസാരിച്ചു. ഞാൻ ജയിലിൽ നിന്ന് ചാടിപ്പോന്നതാണ്. ഒരു സംഘം ചാടുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂട്ടത്തിൽ ചാടി. പിന്നാലെ പരി അവരോട് അൽഹാം എന്ന പേരുള്ള മറ്റൊരു സ്ത്രീയെപ്പറ്റി ചോദിച്ചു. അവരുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന സ്ത്രീയാണ്. 5 കൊല്ലം മുമ്പ് അവൾ ജയിൽ മോചിതയായിരുന്നു. പിന്നാലെ മുനീർ പറഞ്ഞു, ഞാൻ ഏകദേശം ഒരു കൊല്ലം മുമ്പ് അവളെ കണ്ടിരുന്നു. അവളപ്പോ ഒരു നഴ്സായി ജോലി നോക്കുകയാണെന്നാ പറഞ്ഞേ. അവരിരുവരും തുടർന്നും സംസാരിച്ചു. മുനീറ തന്നെപ്പറ്റി പറഞ്ഞു. അവൾ ജയിലിലായിരുന്ന സമയത്ത് അവളുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ അവൾക്കതിൽ പരാതിയൊന്നുമില്ല. അയാളുടെ 2ാം ഭാര്യയാണ് അവൾ ജയിലിലായിരുന്ന സമയത്ത് അവളുടെ കുട്ടികളെ നോക്കിയത്. ഇപ്പോ അവരെല്ലാവരും ഒന്നിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്നു. വൈകാതെ താൻ അൽഹാമിനെ കണ്ട് ആ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് മുനീർ തന്നെ പരിയെ കൊണ്ടെത്തിച്ചു. യാത്ര പറഞ്ഞ് പിരിയാൻ നേരം മുനീറ പരിക്ക് കുറച്ച് പണം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ പരി നേരെ പോയി അവിടുത്തെ റിസപ്ഷനിൽ ചെന്ന് അൽഹാമിന്റെ പേര് പറഞ്ഞ് അന്വേഷിച്ചു. പക്ഷെ ആ പേരിൽ ഇവിടെ ആരുമില്ലല്ലോ എന്ന മറുപടിയായിരുന്നു അവൾക്ക് കിട്ടിയത്. ഒന്നുകൂടി ഒന്ന് നോക്കാമോ എന്നവൾ റിക്വസ്റ്റ് ചെയ്തപ്പോ ആ ഓഫീസർ ഒന്നുകൂടി ചെക്ക് ചെയ്തു. ഒടുവിൽ പറഞ്ഞു, അൽഹാമിന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. എമർജൻസി റൂമിൽ ഇപ്പോൾ അവരുണ്ടാവാൻ സാധ്യതയുണ്ട്. അൽഹാമിനെ കാണാൻ പരി അങ്ങോട്ടേക്ക് ചെന്നു. ഒടുവിൽ അൽഹാമിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടിയപ്പോ പരസ്പരം രണ്ടുപേർക്കും വലിയൊരു ആശ്വാസവും സന്തോഷവും തോന്നിയിരുന്നു. വർഷങ്ങളോളം അവർ ഒന്നിച്ച് ജയിലിൽ കിടന്നവരാണ്. വീണ്ടും ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നു. അൽഹാമിനെ പറ്റി മുനീറ പറഞ്ഞ പരിക്ക് കുറച്ച് അറിയാമായിരുന്നു. അവളുടെ വിവാഹം നടന്നതടക്കം മുനീറ അവൾക്ക് ആശംസ അറിയിച്ചു. അൽഹാം അവൾ വർക്ക് ചെയ്യുന്ന അതേ ആശുപത്രിയിലെ ഒരു ഡോക്ടറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അൽഹാമിന്റെ പാസ്റ്റ് ഒന്നും ആ ഡോക്ടർക്ക് അറിവുണ്ടായിരുന്നില്ല. എല്ലാവരിൽ നിന്നും അവൾ മറച്ചുവെച്ചിരിക്കുകയാണ്. ഒരാളങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തന്നെ അന്വേഷിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമല്ലോ. എന്താ കാര്യമെന്ന് അൽഹാം ചോദിച്ചു. ഒടുവിൽ പരി പറഞ്ഞു, എനിക്കൊരു
എനിക്കൊരു സഹായം വേണം. ഞാൻ 4 മാസം ഗർഭിണിയാണ്. എനിക്ക് ഗർഭഛിദ്രം ചെയ്യണം. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? പക്ഷേ അത്രയും മാസം പിന്നിട്ടതുകൊണ്ട് അതങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഇൽഹാമിന് അറിയാമായിരുന്നു. കൂട്ടത്തിലൊരു പ്രശ്നവുമുണ്ട്. ഹസ്ബൻഡിന്റെയോ മറ്റോ സഹായം ചോദിക്കാനും പറ്റില്ല. അവളുടെ പാസ്റ്റ് ഹസ്ബൻഡും മറ്റും അറിയും. അവൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഡോക്ടർ നല്ലൊരു മനുഷ്യനാണ്. നിലവിൽ അവർക്ക് കുട്ടിയുമുണ്ട്. സന്തോഷത്തോടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ജീവിതം താറുമാറാകുമോ എന്ന ഇൽഹാമിന്റെ ഉള്ളിൽ ഭയവുമുണ്ട്. ഏറ്റവും ഒടുവിൽ തന്റെ നിസ്സഹായാവസ്ഥ ഇൽഹാം തന്നെ പരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇൽഹാം അവൾക്ക് കുറച്ച് പണം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പരി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞു, ജയിലിൽ വെച്ച് ഞാൻ നിനക്ക് എത്രയോ സഹായങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കടത്തിലും ദേഷ്യത്തിലും പരി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇൽഹാമിനും വലിയ ദുഃഖമുണ്ടായിരുന്നു. അവൾക്കും പക്ഷേ പരിയെ സഹായിക്കാൻ സാധിക്കില്ല. ആ രാജ്യത്തെ സംബന്ധിച്ച് ഗർഭചിത്രം നിയമവിരുദ്ധമാണ്. പുറത്തിറങ്ങിയ പരി ഒരു ബൂത്തിലെത്തി ആരെയോ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അവൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്നറിയില്ല. വീട്ടിൽ അവൾക്ക് അഭയസ്ഥാനമില്ല. അവൾക്ക് ചുറ്റിലും പരിചയക്കാരുമില്ല. സഹായിക്കാൻ പറ്റുന്ന ആരുമില്ല. ആ സമയമാണ് അവൾക്കരികിലേക്ക് പോലീസുകാർ എത്തുന്നത്. അവൾ ഭയന്നിരുന്നു. എന്നിരുന്നാലും പോലീസിൽ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ട് അവൾ മുമ്പോട്ടേക്ക് നടന്നു. അപ്പോഴാണ് അവൾ അത് കണ്ടത്. ഒരു ചെറിയ പെൺകുട്ടി ആ റോട്ടിൽ തനിച്ചു നിൽക്കുന്നു. പക്ഷേ ഒന്നുകൂടി നോക്കിയപ്പോ ആ പെൺകുട്ടിയുടെ അമ്മയെ ആ പെൺകുട്ടിക്കൊപ്പം അവൾ നോക്കിക്കണ്ടു. വീണുകിടന്നിരുന്ന ഒരു പാവയെടുത്ത് അവൾ അത് ആ കുട്ടിക്കായി കൊടുത്തു. പിന്നാലെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ അഡ്രസ് ആ ലേഡിയോട് പരിചോദിച്ചു. അവർ ഒരു വശത്തേക്ക് വിരൽ ചൂണ്ടി. പരി പിന്നാലെ അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ ആ ഹോട്ടലിൽ അപ്പോൾ ഒരു ഓഫീസർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പരിക്ക് വല്ലാത്ത ഭയമായി. അവിടെ ചെക്ക് ഇൻ ചെയ്താൽ താൻ പിടികൂടപ്പെടും. തന്റെ പക്കലാണെങ്കിൽ ID കാർഡുമില്ല. പിന്നാലെ അവൾ അവിടെ നിന്ന് മാറി നിന്നു. എന്തു ചെയ്യുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് നേരത്തെ കണ്ട ആ കൊച്ചു പെൺകുട്ടിയുണ്ടല്ലോ, അവൾ തനിയെ അതിലൂടെ നടന്നു വരുന്നത് അവൾ കാണുന്നത്. നേരത്തെ ആ കുട്ടിയുടെ ഒപ്പം കണ്ട ആ കുട്ടിയുടെ അമ്മ അവളുടെ കൂടെയില്ല. ഇത്രയും രാത്രിയിൽ ഒരമ്മയ്ക്കെങ്ങനെ തന്റെ മകളെ ഇങ്ങനെ തനിച്ചു വിടാൻ സാധിക്കും? അവൾ ആ കുട്ടിക്ക് അടുത്തു ചെന്നു. അമ്മയെപ്പറ്റി ചോദിച്ചു. ആ കുട്ടിയുടെ വസ്തുക്കളടങ്ങിയ ബാഗും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്കുമൊന്നും അറിയില്ല. ആ കുട്ടി കരയാൻ ആരംഭിച്ചു. വൃദ്ധനായ ബലൂൺ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനും അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കണ്ട് അയാളും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. ആ സമയം പരി അവിടെ ഒരു കാറിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ ചെറിയ കുട്ടിയുടെ അമ്മയെ കണ്ടു. പരി അങ്ങോട്ടേക്ക് ചെന്നു. നിങ്ങളെന്താ ചെയ്യുന്നത്? എന്താ ഇവിടെ മറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. ഈ സമയം ആ കുട്ടിയെ വൃദ്ധനായ ആ ബലൂൺ കച്ചവടക്കാരൻ ബലൂണൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് തന്റെ കൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. ആ ലേഡി പരിയോട് മറുപടി പറഞ്ഞു, ഞാൻ എന്റെ മകളെ ഈ തെരുവിൽ ഉപേക്ഷിച്ചതാണ്. മുമ്പ് പലതവണ ശ്രമിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചിരുന്നില്ല. വളരെയധികം കഷ്ടപ്പാടാണ്. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ വളർത്താൻ ഇവിടെ സാധിക്കില്ല. ഒരുപക്ഷെ ഈ തെരുവിൽ നിന്ന് അവൾക്ക് നല്ലൊരു കുടുംബം കിട്ടിയാലോ, നല്ലൊരു ജീവിതം കിട്ടിയാലോ, എന്റെ കൂടെ അവൾ കഷ്ടപ്പെടണ്ടല്ലോ. കുറച്ച് നാളുകൾ കഴിയുമ്പോ അവൾ എന്നെ പോലും മറന്നുപോകും. എനിക്കും അതാ വേണ്ടത്. അതും പറഞ്ഞ് ആ സ്ത്രീ കരയാൻ തുടങ്ങി. പരിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ ഗതികേടിനെ പറ്റി പരി അറിയാതെയെങ്കിലും ഓർത്തിരിക്കണം. മറിഞ്ഞിരുന്ന് അവർ നോക്കുമ്പോ അങ്ങോട്ടേക്കെത്തിയ ഒരു ഓഫീസർ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നാലെ ആ ലേഡിയുടെ അമ്മ തെരുവിലൂടെ മുമ്പോട്ടേക്ക് നടന്നു പോവാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഒരു വ്യക്തി കാറുമായി വന്ന് അവർക്ക് ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞു. ആ ലേഡിയും കാറിൽ കയറി. പിന്നെയാണ് മനസ്സിലാവുന്നത് അയാൾ ഒരു പോലീസ് ഓഫീസറാണ്. അണ്ടർ കവർ ഓഫീസർ, വേശ്യകളെ പിടികൂടാൻ നടക്കുന്ന വ്യക്തി. ആ ഓഫീസർ ചിന്തിച്ചത് ആ ലേഡി ഒരു വേശ്യയാണെന്ന തരത്തിലായിരുന്നു. അവരത് ആ ഓഫീസറോട് പറഞ്ഞെങ്കിലും അയാൾ അത് ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു തരത്തിലായിരുന്നു ആ ഓഫീസറുടെ അടുത്ത് നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോവാൻ പറ്റിയത്. അധികം വൈകാതെ അവർ വേറൊരു ലേഡിയെ പിടികൂടി. ലിപ്സ്റ്റിക്കൊക്കെ അണിഞ്ഞ് തെരുവിൽ നിൽക്കുകയായിരുന്നു അവർ പിടികൂടപ്പെട്ടു. പിന്നാലെ ജയിലിലേക്ക് മാറ്റുന്ന വാനിലേക്കും കയറ്റി. വാനിൽ പോകുമ്പോ അവർക്കൊരു കൂസലുമില്ലായിരുന്നു. തനിക്ക് ഈ ലോകത്ത് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്ന ഭാവമായിരുന്നു അവർക്ക്. ആ വാനിലിരുന്നപ്പോ അവരൊരു സിഗരറ്റ് കത്തിക്കാൻ എടുത്തു. ഉടൻ അവർക്കെതിരെ കമാൻഡ് വന്നു. പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ഇതിനകത്ത് അങ്ങനെ പുകവലിക്കാനൊന്നും പറ്റില്ല. അവർ സിഗരറ്റ് എടുത്തു വെച്ചു. അധികം വൈകാതെ ഒരു പോലീസ് ഓഫീസർ സിഗരറ്റ് കത്തിച്ചു വലിക്കാൻ തുടങ്ങി. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വേശ്യാവൃത്തി ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റങ്ങളിൽ ഒന്നാണ്. പിന്നാലെ ജയിലിലെത്തിച്ച ആ സ്ത്രീയെ സെല്ലിലടച്ചു. ആ സെല്ലിൽ അതിനോടകം മറ്റു കുറച്ച് സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു. സെല്ലിലടച്ച അവൾ വിളിച്ചു പറഞ്ഞു, എന്റെ ബാഗിൽ എന്റെ മരുന്നുകളുണ്ട്, അതെനിക്ക് തരണം. പക്ഷേ ഓഫീസേഴ്സ് അത് കേട്ട ഭാവം കാണിച്ചില്ല. അവിടെ നിന്ന് പിന്നിലേക്ക് നടന്ന ആ സ്ത്രീ അവിടുള്ള ജനലിലൂടെ പുറത്തേക്ക് കുറച്ചുനേരം നോക്കി നിന്നു. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ ലേഡിക്കൊപ്പം സെല്ലിലടയ്ക്കപ്പെട്ട മറ്റ്
സ്ത്രീകളെ നമ്മൾ അറിയും. ഇതിനു മുമ്പുള്ള സീനുകളിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതും പുറത്തൊരു ഫോൺ മുഴങ്ങി. ഒരു ഓഫീസർ സെല്ലിന്റെ മുമ്പിലേക്ക് വന്ന് ഡോറിന്റെ ചെറിയ ഭാഗം തുറന്നു. സൊൽമാസ് ഗുലാമി എന്ന പേര് ഉറക്കെ വിളിച്ചു. ആ പേരിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ലെന്ന് അകത്തുനിന്നും മറുപടി ഉയർന്നു കേട്ടു. ആ വാതിലടഞ്ഞു. അവിടെ സർക്കിൾ പൂർണ്ണമാകുന്നു. കാണുന്ന സമയത്ത് കുറെ ഇൻസിഡൻസ് മാത്രം എന്നായിരിക്കും നമുക്ക് ഈ ചലച്ചിത്രം കൊണ്ട് തോന്നുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ സിനിമ ആരംഭിച്ചപ്പോ ഒരു കുട്ടി ജനിക്കുകയായിരുന്നല്ലോ. ആ കുട്ടിയുടെ അമ്മയുടെ പേരാണ് സൊൽമാസ് ഗുലാമി എന്നത്. ഒരു പെൺകുട്ടി ഇറാനിൽ ജനിച്ചു വീഴുന്നത് മുതൽ ഓരോ ഘട്ടത്തിലും അവൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും, ഏറ്റവും ഒടുവിൽ അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു, സ്വാതന്ത്ര്യം ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുന്നു എന്നതുവരെ പറഞ്ഞു വെക്കപ്പെട്ട, കൃത്യമായി ചിത്രീകരിക്കപ്പെട്ട ഒരു ചലച്ചിത്രമാണിത്. നിരവധി ക്യാരക്ടറുകളിലൂടെ ഇറാനിലെ സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരച്ചുകാട്ടിയ ചലച്ചിത്രം. ഈ സിനിമയിലെ ഒരു സ്ത്രീജനങ്ങളുടെയും പാസ്റ്റിനെ പറ്റിയോ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയോ പൂർണ്ണമായും കാട്ടിയിട്ടില്ല. അവരുടെ ഫ്യൂച്ചർ എന്താകും എന്നും പറഞ്ഞു വെക്കുന്നില്ല. എന്നിരുന്നാലും നമുക്ക് അവരോടൊക്കെ സിമ്പതി തോന്നുന്നു. അവർക്ക് അർഹതപ്പെട്ട സ്വാതന്ത്ര്യം അവരുടെ കയ്യിൽ എത്തുന്നില്ലല്ലോ എന്ന് ഫീൽ ചെയ്യുന്നു. അതുതന്നെയാണ് സിനിമ പറഞ്ഞു വെക്കുന്നതും. സ്വാതന്ത്ര്യം അത് എത്രമേൽ വലുതാണെന്ന്, പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന്. വെനീസ് ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ലയൺ അവാർഡ് അടക്കം നേടിയ ഈ ചലച്ചിത്രം ഇറാനിൽ നിരോധിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ കഥകൾ കേൾക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.